കൊല്ലം കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിനിടയിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ CPM നേതാക്കൾ ഉൾപ്പെട്ട ക്ഷേത്ര ഉപദേശ സമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വിപ്ലവഗാനം ആലപിച്ചത് ലാഘവത്തോടെ കാണാനാകില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്റ്റേജിന് മുമ്പിൽ കുപ്പിയുമായി നൃത്തം ചെയ്യുന്നവരെ എങ്ങനെ വിശ്വാസികളെന്ന് വിളിക്കാനാകുമെന്നും കോടതി ചോദിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കൊല്ലം കടയ്ക്കൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വിപ്ലവഗാനം അവതരിപ്പിച്ചതിനെതിരെയാണ് ഹൈക്കോടതി നേരത്തെ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ വലിയ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കടയ്ക്കൽ ക്ഷേത്ര ഉത്സവത്തിനിടെ ഗാനമേളയിൽ വിപ്ലവഗാനം ആലപിച്ചതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ക്ഷേത്രോപദേശക സമിതിക്കും അതോടൊപ്പം തന്നെ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള CPM ബ്രാഞ്ച് സെക്രട്ടറി വികാസിനും എതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. വിപ്ലവഗാനം പാടിയ സംഭവം അതിനെ ലാഘവത്തോടുകൂടി കാണാനാകില്ല, അമ്പലപ്പറമ്പുകളിൽ അനുവദിക്കാനാകാത്ത തരം പരിപാടിയാണ്, അല്ലെങ്കിൽ അത്തരമുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇവിടെ സംഭവിച്ചതെന്നും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ച് കുറ്റപ്പെടുത്തി. പോലീസ് കേസെടുക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യവും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് നടക്കുമ്പോൾ സ്റ്റേജിന് മുന്നിൽ കുപ്പിയും മറ്റും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുവാക്കൾ നൃത്തം വെച്ചു. ഇവരെ വിശ്വാസികൾ എന്ന് വിളിക്കാനാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഡിവിഷൻ ബെഞ്ച് ഉയർത്തിയത്. അതു മാത്രവുമല്ല, ഈ ക്ഷേത്രോപദേശക അധ്യക്ഷൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, അതായത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസിന് എതിരെ 19 കേസുകളുണ്ട്. ഈ 19 കേസുള്ള വ്യക്തിയാണോ പ്രസിഡന്റ് ആകാനായിട്ടുള്ള അയാളുടെ അപേക്ഷ ബോർഡ് എങ്ങനെയാണ്, ദേവസ്വം ബോർഡ് എങ്ങനെയാണ് പരിഗണിച്ചതെന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഗാനമേളയ്ക്ക് എത്ര തുക ചെലവഴിച്ചു എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ച സമയത്ത് വികാസ് ഹൈക്കോടതി അറിയിച്ചത് അത് സ്പോൺസർഷിപ്പിൽ നടന്ന പരിപാടി ആയിരുന്നു എന്നുള്ളതാണ്. ഈ സ്പോൺസർഷിപ്പ് പരിപാടി അനുവദിക്കാനാകില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, കാണികൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ അവതരിപ്പിച്ചതെന്നും ഈ ഒരു പാട്ട് ആലപിച്ച് വിപ്ലവഗാന ആലാപനം നടത്തിയ സമയത്ത് തന്നെ അത് നിർത്താൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നുമാണ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വികാസ് ഇന്ന് ഹൈക്കോടതിയിൽ മറുപടി നൽകിയത്. പക്ഷെ ഇത്തരം സംഭവങ്ങൾക്കുള്ള ഒരു വേദിയല്ല അമ്പലപ്പറമ്പുകൾ എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഇതിന് മറുപടി നൽകിയത്. ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ ഭക്തർ എത്തിച്ചേർന്നത് എന്നുള്ളതും ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സ്റ്റേജ് ലൈറ്റ് സംവിധാനങ്ങൾക്ക് വളരെയധികം വലിയ തുക ചെലവഴിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്പോൺസർഷിപ്പ് ആണെന്നാണ് ഇതിനൊക്കെ തന്നെ മറുപടിയായിട്ട് ക്ഷേത്രോപദേശക സമിതി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പുറമെ നിന്ന് പണം സ്വീകരിക്കാൻ ക്ഷേത്രോപദേശക സമിതി എന്തിനാണ് അനുവദിച്ചതെന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രോപദേശക സമിതി അധ്യക്ഷൻ ഭാരവാഹിയായിട്ടുള്ള, അതായത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വികാസ് ഭാരവാഹിയായ വ്യാപാരി വ്യവസായി ഏരിയ കമ്മിറ്റിയാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തതെന്നാണ് പരാതിക്കാരൻ, അതായത് ഹർജിക്കാരൻ ഹൈക്കോടതി അറിയിച്ചത്. എന്തായാലും ഈ സ്പോൺസർഷിപ്പ് പരിപാടി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. പിരിച്ച പണം എത്രയാണോ അത് മുഴുവൻ ക്ഷേത്രത്തിന്റെ അക്കൗണ്ടിലേക്കാണ് എത്തേണ്ടത്. അത് മാത്രമല്ല, ഈ പരിപാടിയുടെ നോട്ടീസിന് ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതി ലഭിച്ചിരുന്നോ എന്നുള്ളതും ഹൈക്കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അനുമതി ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ചേർന്നുള്ള കമ്മിറ്റിയാണ്, അതുകൊണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു എന്നുള്ളതായിരുന്നു ഇതിനുള്ള മറുപടി. എന്തായാലും ഇത് കഷ്ടമെന്നുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അത്തരം ഒരു വാക്കാലുള്ള പരാമർശവും ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഗാനം ആലപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, പരിപാടിയുടെ മറ്റു ദൃശ്യങ്ങൾ ഇതടക്കം പരിശോധിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് 12:30-ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. വിനോദ്, കൊല്ലം കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വിപ്ലവഗാനം ആലപിച്ച വിഷയത്തിലാണ് ഹൈക്കോടതിയിലെത്തിയ ഹർജിയിന്മേലാണ് കോടതിയുടെ പരാമർശം. രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ഈ കേസ് വീണ്ടും 12:30-ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു പങ്കുവെക്കുന്നത്.